ഹായ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ഡിഷാണ്, ചിക്കൻ ഫ്രൈ. എങ്ങനെ ഒരു നല്ല നാടൻ ചിക്കൻ ഫ്രൈ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ: 1.5 ടീസ്പൂൺ ചതച്ച മുളക്, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1.5 ടീസ്പൂൺ മൈദ, 2 പച്ചമുളക് നെടുകെ കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 സവാള അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ട് റെഡിയാക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടി, ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലായിടത്തും നന്നായി മിക്സ് ആവണം. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ചിക്കൻ വേവിക്കാൻ വെക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് അടച്ചു വെച്ച് പകുതി വേവാകുന്നവരെ വേവിക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, കോൺഫ്ലവർ, മൈദ, ചതച്ച മുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒഴിക്കുമ്പോൾ ചിക്കൻ നന്നായി സോഫ്റ്റായി വരും. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എടുത്തു വച്ചിരിക്കുന്ന എല്ലാ മസാലകളും ചിക്കനിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും മസാല നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാവുള്ളൂ. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പീസുകളായി ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ പീസും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം.
ചിക്കൻ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിനി ചിക്കൻ എല്ലാ സൈഡും ഫ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നിങ്ങളിത് ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചിക്കൻ്റെ എല്ലാ സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ ചിക്കനിൽ പുരട്ടി വെച്ച മസാലകളൊന്നും കരിയാണ്ട് തന്നെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ ചിക്കനും എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ലവണ്ണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വഴറ്റിയിടാം. അതിനു വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന ചേരുവകൾ ചിക്കൻ്റെ മസാല ഇട്ട പാത്രത്തിലേക്ക് ഇട്ട് നന്നായി പുരട്ടി യോജിപ്പിക്കുക. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് നമുക്ക് ഈ കൂട്ടി ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചിക്കൻ്റെ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇത് കോരുമ്പോൾ എണ്ണകളൊന്നുമില്ലാതെ കോരാൻ ശ്രദ്ധിക്കണം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്പൈസിയാണിത് കേട്ടോ. ഹോട്ടലിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി സാധനമാണ്, നല്ല കിടുവാണിത്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.